എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ജയശ്രീ എസ് നായർ. എന്നെ സ്വാധീനിച്ച ക്ഷേത്രം എന്നുള്ള വീഡിയോകൾ ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ശിവരാത്രി മഹോത്സവത്തെക്കുറിച്ചും തൃക്കാർത്തിക മഹോത്സവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ഭൂമി സ്വന്തമായി മേടിക്കാൻ പറ്റി, വാങ്ങാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഒരു ക്ഷേത്രത്തിന് സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു നേട്ടമാണ്. ആ അവിടുത്തെ ദേവീ ദേവന്മാർക്ക് സ്വന്തമായിട്ടൊരു പിടി മണ്ണ് എന്ന് പറയുന്നത് ഏതൊരു ക്ഷേത്രത്തിൻ്റെയും എന്താ പറയുന്നത് ആഗ്രഹമാണ്. അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹ സഫലീകരണമാണ് ഈ കൈതവന ശ്രീ ദുർഗാ ഹനുമസ്വാമി ക്ഷേത്രത്തിന് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ജയൻ ചെറുവള്ളി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിൽ. ഞാൻ പ്രക്കാനം കൈതവന ശ്രീ ദുർഗാ ഹനുമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 5 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രം സ്വന്തമായി 40 സെൻറ്റോളം സ്ഥലം വാങ്ങി. ഈ കാണുന്ന ഗ്രൗണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിന് സ്വന്തമാണ്. ഇന്ന് ക്ഷേത്രഭൂമിയൊക്കെ തന്നെ അന്യാധീനപ്പെടുകയും അതേപോലെ തന്നെ ക്ഷേത്രഭൂമി മറ്റുള്ളവർ കൈയേറുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം സ്വന്തമായി 40 സെൻറ്റ് സ്ഥലവും അതിലേക്കുള്ള ഒരു വഴിയും വാങ്ങുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇത്തരത്തിൽ 40 സെൻറ്റ് സ്ഥലവും അതിലേക്കുള്ള വഴിയും വാങ്ങിച്ചത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊന്നുകൊണ്ട് മാത്രമാണ്. ശ്രീ പ്രകാശ് കുറ്റ്യാങ്കൽ എന്ന വ്യക്തിയുടെ വസ്തുവായിരുന്നു ഇത്. ഈ വസ്തു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അദ്ദേഹം ഇത്തവണ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ഒരു വസ്തു തരുന്നതിന് തയ്യാറായിരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഉള്ള വസ്തു എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ, ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ടുള്ള വഴി, ഇതൊക്കെ തന്നെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ ഒരു കിഴക്കോട്ടുള്ള ഭൂമി നമ്മൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ക്ഷേത്ര വികസനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഭൂമി വളരെ അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് ക്ഷേത്ര ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ പൊൻതൂവൽ കൂടി കരസ്ഥമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് ക്ഷേത്രത്തിൽ വികസനത്തിൻ്റെ ഒരു പെരുമഴ തന്നെയായിരുന്നു. നമുക്കറിയാം, ക്ഷേത്ര നിർമ്മാണം, അതിനുശേഷം നാലമ്പല നിർമ്മാണം, അതിനുശേഷം ആനക്കുട്ടലിൻ്റെ നിർമ്മാണം, അതിനുശേഷം സദ്യാലയത്തിൻ്റെ നിർമ്മാണം, അതിനുശേഷം നമ്മൾ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നീട് സ്റ്റേജും ഓഫീസും ഉണ്ടാക്കി. അതിനുശേഷം പ്രദക്ഷിണ വഴി പൂർത്തീകരിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഞ്ചലോഹത്തിൽ നിർമ്മിതമായ കൊടിമരത്തിൻ്റെ നിർമ്മാണവും കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചു. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് ഈ ഭൂമി വാങ്ങുന്നതിലേക്ക് ക്ഷേത്ര ഭരണസമിതി നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭൂമിയുടെ സമർപ്പണം ഈ വരുന്ന 28-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പത്തനംതിട്ട ജില്ലയുടെ ബഹുമാന്യായ കളക്ടർ ശ്രീ എസ് പ്രേംകൃഷ്ണൻ നിർവഹിക്കുന്നതാണ്. വളരെയധികം ഭക്തജനങ്ങൾ ഈ ഒരു ഭൂമി സമർപ്പണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10, 12, 13 വർഷങ്ങളായിട്ട് സഹകരിക്കുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ ഇത്തവണയും നമ്മുടെ ക്ഷേത്ര വികസനത്തിൽ അല്ലെങ്കിൽ ഭൂമി സമർപ്പണത്തിനൊക്കെ തന്നെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അവർക്കെല്ലാം ഈ അവസരത്തിൽ ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഫെബ്രുവരി 28 മുതൽ മാർച്ച് 5 വരെയുള്ള തിരുവുത്സവ ചടങ്ങുകളിലൊക്കെ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. 28-ാം തീയതി ഉത്സവം തുടങ്ങുകയും അന്ന് തൃക്കൊടിയേറ്റാണ്. ക്ഷേത്രം തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ മാർച്ച് 5-നാണ് നമ്മുടെ തിരുവാറാട്ട് എഴുന്നള്ളത്ത് ഘോഷയാത്രയൊക്കെ തന്നെ നടക്കുന്നത്. ആ ദിവസം നമ്മുടെ കൊടിയിറക്കോടുകൂടിയാണ് മാർച്ച് 5-ന് ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവം അവസാനിക്കുന്നത്. ഈ വരുന്ന ഒരു 6 ദിവസവും നടക്കുന്ന ചടങ്ങുകളിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായിട്ട് നമ്മുടെ സെക്രട്ടറി ഇപ്പോൾ തന്നെ ക്ഷേത്ര വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ വിവരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. പ്രക്കാനം കൈതവന ശ്രീ ദുർഗാ ഹനുമസ്വാമി ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് ഞാൻ. എന്നെ കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് പത്തനംതിട്ടയിൽ നിന്നും 8 കിലോമീറ്റർ ഓമല്ലൂർ ഇലന്തൂർ റോഡിലാണ്. ഓമല്ലൂരിൽ നിന്ന് 4 കിലോമീറ്റർ വരുമ്പോൾ വലത് സൈഡായിട്ട് ശ്രീമദ് ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്നുള്ളൊരു വലിയ ബോർഡുണ്ട്. അതിനോട് ചേർന്നാണ് ക്ഷേത്രവും കൂടി കൊള്ളുന്നത്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമായി ശ്രീകോവിലായി, നാലമ്പലമായി, അന്നദാന മണ്ഡപമായി, സ്റ്റേജായി, അതുപോലെ തന്നെ പ്രദക്ഷിണ വഴിയായി ധ്വജസ്തംഭത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു കഴിഞ്ഞ വർഷം. ഇപ്പോൾ ഈ വർഷത്തിൽ ഒരു 40 സ്ഥലം അമ്പലത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് സഹകരിച്ച എല്ലാ ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി കൊടിയേറുകയാണ്. മാർച്ച് 5 വരെയാണ് ഉത്സവം. ഈ ക്ഷേത്രത്തിൽ ദുർഗാദേവിയെ കൂടാതെ ശിവൻ, ഹനുമാൻ സ്വാമി എന്നീ ഉപദേവതകൾ പ്രധാനമായി നിലകൊള്ളുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടായിരിക്കുന്നു. ഈ നാട്ടിലും അന്യനാട്ടിൽ നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തിലെത്തുണ്ട്. അവരെ കാര്യസിദ്ധിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്തി വഴിപാടുകൾ നടത്തുമ്പോൾ അവരെന്ത് ഇച്ഛിച്ചുവോ എന്താഗ്രഹിച്ചോ ആ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആ വിശ്വാസം ദിവസം കൂടി വരികയാണ്. അതിനാൽ ഭക്തജന തിരക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുകയാണ്. ഇവിടെ വന്ന് ദേവിയുടെ മുന്നിലും ഹനുമാൻ സ്വാമിയുടെ മുന്നിലും ആരെന്ത് പ്രാർത്ഥിച്ചാലും 1, 2, 3 പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുന്നതാണെന്നാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായം. അത് തന്നെയാണ് ഇവിടുത്തെ തിരക്കിനും പുരോഗതിക്കുള്ള മുഖ്യ ആധാരവും. ഈ നാട്ടിൽ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിയുന്നുണ്ട്. അവരവരെ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. അമ്പലത്തിന് വേണ്ടുന്ന സഹായ സാധനങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പുരോഗതിയുടെ പാതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 28-ാം തീയതി കൊടിയേറി 5-ാം തീയതി ഉത്സവം കൊടിയിറക്കാണ്. പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത് കൊടിയേറ്റ് സമയം, അത് കഴിഞ്ഞ് തൃക്കൊടിയേറ്റ് സദ്യയുണ്ട്. അതുപോലെ തന്നെ പലവിധ കലാപരിപാടികളുണ്ട്. കൂടാതെ 5-ാം ഉത്സവത്തിന് പള്ളിവേട്ടയുണ്ട്, പൊങ്കാലയുണ്ട്. തൃക്കാർത്തിക ദിനത്തിൽ തൃക്കാർത്തിക അന്നദാനമുണ്ട്. അതുപോലെ തന്നെ ഘോഷയാത്രയുണ്ട്. വൈകിട്ട് വിശേഷാൽ വിളക്കും അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ ഒരു വിളക്കാട്ടവും ഉണ്ട്. ഇതാണ് ഈ ഉത്സവത്തിന് പ്രധാന പ്രത്യേകത. തന്നെയല്ല, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടുത്തെ ദേവി ഇവിടെ എഴുന്നള്ളിച്ച് വരുമ്പോൾ കേരളത്തിൽ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു കൂടിയെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ വരുന്ന ദേവിയെ സ്വീകരിച്ചുകൊണ്ട്, കൈതവനയമ്മ സ്വീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ചേരുകയും 2 ദേവിമാരെയും പ്രദക്ഷിണവും അതുപോലെ തന്നെ ഒരു ഉത്സവ പ്രതീതി ഉള്ളാക്കുന്ന ഒരു പ്രദക്ഷിണമുണ്ട്. അത് അപൂർവം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഇത് കാണാറുള്ളൂ. അത് ഈ ക്ഷേത്രത്തിൽ പ്രത്യേകമായി നടക്കുന്നുണ്ടെന്ന ഒരു പ്രത്യേകതയാണ്. അത് കാണാനായിട്ട് ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും അന്യനാട്ടിൽ നിന്നും ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഉത്സവത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അവരവരെ ആഗ്രഹങ്ങൾക്കായും ആഗ്രഹ സാധ്യതയായതും ഇവിടെ വഴിപാടുകൾ നടത്തുന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നു. അതിൻ്റേതായ പുരോഗതി ഞങ്ങൾക്കുണ്ട്. ഇതെന്നെ കേട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തെക്കുറിച്ചും അതുപോലെ തന്നെ തൃക്കാർത്തിക മഹോത്സവത്തെക്കുറിച്ചും ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ ശിവരാത്രി മഹോത്സവത്തിലും തൃക്കാർത്തിക മഹോത്സവത്തിലുള്ള പ്രത്യേക പൂജകളെക്കുറിച്ച് പ്രധാനപ്പെട്ടതും പ്രത്യേകതകളുമുള്ള പൂജ വഴിപാടുകളെക്കുറിച്ചൊക്കെ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പ്രവീൺ നമ്പൂതിരി നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ പ്രവീൺ നമ്പൂതിരി. ഈ വർഷം ക്ഷേത്രത്തിൽ 26-ാം തീയതി ശിവരാത്രിയോടുകൂടി തുടങ്ങുന്ന ഉത്സവം. ശിവരാത്രി ദിവസം കാലത്ത് സാധാരണ അഭിഷേകങ്ങളും വൈകിട്ട് ശിവരാത്രി പൂജ, അഷ്ടാഭിഷേകം എന്നിവയും നടത്തപ്പെടുന്നു. 28-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് നവകം പഞ്ചഗവ്യത്തോടു കൂടി ഉത്സവം ആരംഭിക്കുകയും അതിനുശേഷം കാലത്ത് 9:30-ക്കും 10:30-ക്കും ഇടയ്ക്ക് കൊടിയേറ്റ് നടക്കുകയും ചെയ്യും. കൊടിയേറ്റിന് ശേഷം ക്ഷേത്രത്തിൽ അൻപൊലി പറകൾ ഇടുന്നതിനുള്ള സൗകര്യം ചെയ്യുന്നതാണ്. കാലത്ത് നാരായണീയ മഹാസംഗമം നടത്തുന്നതാണ്. അതിനുശേഷം വൈകിട്ട് അത്താഴപൂജ, ശ്രീഭൂതബലി. പിറ്റേ ദിവസം കാലത്ത് നവകം പഞ്ചഗവ്യ ശ്രീഭൂതബലിയും വൈകിട്ട് അത്താഴപൂജ ശ്രീഭൂതബലിയും ഉണ്ടായിരിക്കുന്നതാണ്. മാർച്ച് 4-ാം തീയതി ഭരണി ദിവസം കാലത്ത് 7 മണിക്ക് പൊങ്കാല നടത്തുന്നതാണ്. അതിനുശേഷം അന്ന് വൈകിട്ട് പള്ളിവേട്ട എഴുന്നള്ളത്തും ഉണ്ടായിരിക്കുന്നതാണ്. അവസാന ദിവസം കോട്ടകയറ്റം, ഭദ്രകാളിക്ക് പത്മമിട്ട് പൂജ, യക്ഷി അമ്മയ്ക്ക് പൂജ എന്നിവയും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അശ്വതി നാളിൽ ഉപദേവന്മാർക്ക് കലശവും ശിവന് നവകാഭിഷേകവും സർപ്പക്കാവിൽ 100 പാലും ഉണ്ടായിരിക്കുന്നതാണ്. അവസാന ദിവസം ആറാട്ട് എടനാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കുളത്തിൽ വെച്ച് നടത്തുകയും
തിരിച്ചെഴുന്നള്ളത്തിന് ശേഷം വിളക്കെഴുന്നള്ളത്തും അതിന് ശേഷം കൊടിയിറക്കും ഉണ്ടായിരിക്കുന്നതാണ്. അതിന് ശേഷം അന്നത്തോടുകൂടി പൂജകൾ അവസാനിക്കുന്നതാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പറ സമർപ്പിക്കുന്നതിനും എല്ലാവിധ വഴിപാടുകൾ കഴിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. ഇത് എൻ്റെ 4ാമത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഒരു ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ പേരും പെരുമയും ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ഒരു കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 4.3K വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം, ഇത്രയും ആളുകൾ എൻ്റെ വീഡിയോ കണ്ടതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു എടുത്തിരുന്നത്. അതിനും ഏകദേശം 2500 കവിഞ്ഞ വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ വീഡിയോകളും നിങ്ങൾ കാണുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതിനൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം പ്രസിഡൻറ്റ് പറഞ്ഞതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ഭരണസമിതി അംഗങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുണ്ട്. പിന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. അതിനേക്കാട്ടിലൊക്കെ പ്രധാനമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ഇവിടുത്തെ യുവാക്കൾ ചെയ്യുന്ന അഹോരാത്രം അവരുടെ പരിശ്രമം എടുത്തു പറയേണ്ടതാണ്. കാരണം യാതൊരു മത്സരങ്ങളില്ലാതെ അവരെല്ലാം സ്വന്തം കാര്യമെന്നുള്ള മട്ടിൽ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ യുവാക്കൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാര്യത്തിനും വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഭരണസമിതി എന്താണോ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം നിന്ന് എല്ലാ യുവാക്കളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു ക്ഷേത്രം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ക്ഷേത്രം എങ്ങനെയാണ് പുരോഗമിക്കുന്ന, ഒരു പുരോഗതി എങ്ങനെയാണ് എന്നുള്ളതിന് മാതൃകയാക്കേണ്ട ക്ഷേത്രമാണ് പ്രക്കാനം ശ്രീ ദുർഗാ ഹനുമാൻ സ്വാമി ക്ഷേത്രം. അപ്പം നിങ്ങളെ എല്ലാവരും ഞാൻ വീണ്ടും വിളിക്കുകയാണ്. ഇവിടുത്തെ ഉത്സവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ശിവരാത്രി മഹോത്സവമുണ്ട്, മഹാശിവരാത്രിക്ക് അഷ്ടാഭിഷേകമുണ്ട്. നമുക്കറിയാം കാര്യസാധ്യത്തിനായിട്ട് ഓരോ കാര്യസാധ്യത്തിനുമുള്ള അഭിഷേകം, നമുക്ക് ഓരോ വസ്തുക്കൾ അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് അഭിഷേകം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അഷ്ടാഭിഷേകമാണ്. 8 വസ്തുക്കളെ കൊണ്ടുള്ള അഭിഷേകം മഹാദേവന് നടത്തുന്നുണ്ട്. അത് വിശേഷാൽ വഴിപാടാണ്. അപ്പം നാം ഓരോരുത്തരും അതിനുവേണ്ടി രസീതാക്കി വഴിപാട് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ദർശിക്കേണ്ടതാണ്. പിന്നെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ദേവിക്ക് വിശേഷാൽ പൂജകളുണ്ട്, ഹനുമാൻ സ്വാമിക്ക് വിശേഷാൽ പൂജകളുണ്ട്, മലദേവന് വിശേഷാൽ പൂജകളുണ്ട്. ഇതെല്ലാം ഉപദേവതകൾക്കെല്ലാം പ്രത്യേകം പൂജ കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്സവ അവസരത്തിലേക്ക് ആദ്യമായിട്ട് കാണാൻ വരുന്നവരാണെങ്കിൽ ഉത്സവ സമയത്ത് വന്ന് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെത്തണം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രസാദിച്ച് നിൽക്കുന്ന, അങ്ങേയറ്റം പ്രസാദിച്ച് നിൽക്കുന്ന എല്ലാ ദേവീദേവന്മാരുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾ ഏറ്റുവാങ്ങണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഒന്നാമത്തെ, അതായത് 28-ാം തീയതി നാരായണീയ മഹാസംഗമമാണ് വെച്ചിരിക്കുന്നത്. 7 പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് എടുത്തുന്നത്. അപ്പം ആലോചിക്കുക, 7 പ്രദേശത്തു നിന്നുള്ള അത്രയും ആളുകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ നാരായണൻ്റെ നാമം ചൊല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ഈ അന്തരീക്ഷമെന്ന് ഓർക്കുക. ആ ഭക്തിസാന്ദ്രമായ ആ ഒരു അവസരത്തിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. ഭഗവാൻ ഇത്രയും പേര്, അതായത് ഏകദേശം 140ഓളം പേരാണ് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ നാരായണീയം കേട്ട് നാരായണൻ്റെ നാമങ്ങൾ പാടി നാരായണൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ എല്ലാവരും ഇവിടെ എത്തണമെന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉത്സവം 6 ദിവസമാണ്. ആ 6 ദിവസവും നിങ്ങളെല്ലാവരും ഇവിടെ എത്തി. അതുപോലെ തന്നെ വിശേഷാൽ അന്നദാനമുണ്ട്. അതിൽ പങ്കെടുത്ത് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ എത്തണമെന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ പ്രശസ്തി എവിടെല്ലാം എത്തണമെന്ന് വിചാരിക്കുന്നു അവിടെല്ലാം ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്തത്. നിങ്ങളൊക്കെ എൻ്റെ FBയിൽ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവരെയും വീണ്ടും ഓരോരുത്തരെയും, ഇത് കാണുന്ന ഓരോരുത്തരെയും ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം നിങ്ങളെ പ്രദേശത്ത് അടുത്തില്ലെങ്കിൽ ഇവിടെയുണ്ട്. സർവാഭീഷ്ടദായകനായ, അതുപോലെ തന്നെ സർവവരദായിനിയായ, അഭീഷ്ടദായിനിയായ, എല്ലാം വളരെ ഭക്തജനങ്ങൾക്ക് ആശ്രയവും അഭയവും ആഗ്രഹസാഫല്യവും ഒക്കെ സാധിച്ചു തരുന്ന കൈതവനയമ്മ, അതുപോലെ തന്നെ മഹാദേവൻ, ഏത് പ്രതിസന്ധികളായാലും രോഗമുക്തിക്കായാലും ഒക്കെ മഹാദേവൻ്റെ അടുത്ത് വന്ന് മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തി വഴിപാടുകളാക്കുക. അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടസിദ്ധിദായകനുമായ ഹനുമാൻ സ്വാമി
വായു വേഗത്തിൽ വന്ന് നിങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ, നിങ്ങളുടെ എല്ലാം വിഷമങ്ങൾ എല്ലാം തീർത്ത് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഈ വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 7 പ്രദേശത്തേക്ക് ഈ നാരായണീയ മഹാസംഗമം നടക്കുമ്പം അത് 7 ദേശത്തേക്കാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്. ആ 7 ദേശക്കാർ മാത്രമല്ല, എല്ലാവരും ഈ ലോകത്ത് എമ്പാടുമുള്ള ആളുകൾ ഇതിനകത്ത് വന്ന് സഹകരിക്കണം. എല്ലാവരും ക്ഷേത്രത്തിലെത്തണം. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഭരണസമിതി അംഗങ്ങളെയും കമ്മിറ്റി അംഗങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെയും ഇതിനുവേണ്ടി അഹോരാത്രം പണി ചെയ്യുന്ന യുവാക്കളെയും സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള എല്ലാ ആളുകളെയും, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. കൈതവനി അമ്മയുടെയും ഹനുമാൻ സ്വാമിയുടെയും മഹാദേവൻ്റെയും മറ്റു ഉപദേവതമാരുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒരു പരമ്പര പോലായിരുന്നു. ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം അടുത്ത പുതിയൊരു അധ്യായവുമായിട്ട് വീണ്ടും വരുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമുള്ള വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.